അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും നിങ്ങൾ നിസ്കാരം ഖലാ ആക്കരുത്. എത്രത്തോളം സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കാൻ കഴിയുമോ വർദ്ധിപ്പിക്കണം. അത് യജമാനനായ റബ്ബുമായുള്ള സംഭാഷണമാണ്. പാപം പൊറുക്കാൻ ഏറ്റവും വലിയ കാരണമാണ് നിസ്കാരം. അതുപോലെ റവാത്തിബ് നിസ്കാരം 22 നിസ്കരിക്കാൻ ശ്രമിക്കണം. പാതിരാ സമയത്ത്, ലോകത്ത് കോടാനുകോടി ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, സുബ്ഹിയുടെ മുമ്പായിട്ട് യജമാനനായ റബ്ബിൻ്റെ മുന്നിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. യജമാനനായ റബ്ബിനോട് താണുകേണ് സ്വകാര്യത്തിലൊരു സംഭാഷണം. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ ബഹുമാനമാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളാണ് അല്ലാഹു ഓഫർ നൽകുന്നത്. സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കണം. സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം സുബ്ഹിയുടെ ജമാഅത്തിന് എത്താത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉമ്മാനെ വൈക്ക് വെച്ച് കണ്ടപ്പോൾ ചോദിച്ചില്ലേ, എന്താണ് ഇന്ന് സുലൈമാനെ കാണാതിരുന്നത്? ഇന്നലെ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിച്ചതിനാൽ ഒന്ന് മയങ്ങിപ്പോയി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം സുബ്ഹിയുടെ ജമാഅത്ത് പങ്കെടുക്കലാണ്. ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.